Meet to Me Meditation Center at Balaramapuram, Tirunelveli aims at the holistic development of sadhakas towards self-realization through meditation. To fulfill the above goal, this center has decided to honor the selfless services rendered for betterment of materialistic and spiritual life on the occasion of Navaratri Bommagulu Festival 2025. Hence, with great pleasure, the Margabandhu Puraskaram is being conferred to Swami Nijananda Saraswati Maharaj, Tripura Ashram, Shornur, for their noble humanitarian selfless service and holistic healing which maintains the balance in universal harmony. In dedication to the eternal truth, Avdutji. തിരുവനന്തപുരത്തെ ബാലരാമപുരം മീറ്റ് മീ ധ്യാന കേന്ദ്രം ധ്യാനസാധകരുടെ ആത്മീയ വളർച്ചയ്ക്കും സമഗ്ര വികാസത്തിനുമായി പ്രവർത്തിച്ചു വരുന്നു. നവരാത്രി കാലങ്ങളിൽ ധ്യാന സെൻ്ററിൽ നടത്തിവരുന്ന ബൊമ്മഗുലു ഉത്സവത്തിൽ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ മീറ്റ് മീ ധ്യാന കേന്ദ്രം തീരുമാനിച്ചു. അതിനാൽ ബൊമ്മഗുലു 2025 തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വമായ സ്വാമി നിജാനന്ദ സരസ്വതി മഹാരാജിക്ക് മാർഗബന്ധു പുരസ്കാരം നൽകി ധ്യാന സെൻ്റർ ആദരിക്കുന്നു. ഒരു സാധകൻ അവൻ്റെ സാധന തന്നെ സമാജ സേവനത്തിനായി സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് മാർഗബന്ധു പുരസ്കാരം. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ സേവനങ്ങൾ പ്രപഞ്ചത്തിൻ്റെ താളലയം നിലനിർത്തുവാൻ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. നിത്യസത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവധൂത് ഗുരുപ്രസാദ് ജി. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു നവരാത്രിയുടെ പ്രത്യേകത എന്താണ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. നമുക്കറിയാം, നവരാത്രി എന്നുള്ളത് അറിവിന്റെ ഉത്സവമാണ്. നമ്മുടെ ഭാരതത്തിന് ഒട്ടാകെ, ഭാരതം മുഴുവനും നവരാത്രി ആഘോഷിക്കാറുണ്ട്. നോർത്ത് ഇന്ത്യയില് ദസറ, കാളിപൂജ തുടങ്ങിയ പേരുകളിൽ നവരാത്രി ആഘോഷങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതിന് പിന്നിൽ ഓരോ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. ഈ 9 ദിവസം 9 ദേവിമാർക്ക് പ്രാധാന്യം നൽകി ആരാധിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 9 ദേവിമാരെ എന്ന് പറയുന്നത് ആ ദേവിമാരുടെ ഭാവങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിവസം ശൈലപുത്രി, ബ്രഹ്മചാരിണി, അങ്ങനെ തുടങ്ങി 9 ദേവിമാരുടെ ആ ഭാവത്തെ ആരാധിക്കുന്നു. സൗത്ത് ഇന്ത്യയിലെ സരസ്വതി പൂജ എന്നാണ് ഈ നവരാത്രി മഹോത്സവത്തെ അറിയപ്പെടുന്നത്. 3 ദിവസമാണ് കേരളത്തില്, സൗത്ത് ഇന്ത്യയിൽ മിക്കവാറും കണ്ടുവരുന്നത് 3 ദിവസത്തെ ആഘോഷം. നമ്മുടെ ഈ നവരാത്രി ഗുരു ബൊമ്മഗുരുവിൽ നോക്കിയാല് നമുക്ക് 9 പടികൾ, ഏത് ബൊമ്മഗുരുവിൽ നോക്കിയാലും 9 പടികളെ കാണാം. ആ 9 പടികൾ 9 ദിവസത്തെ സൂചിപ്പിക്കും. നേരത്തെ പറഞ്ഞ 9 ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളെ സൂചിപ്പിക്കുന്ന ആ സ്റ്റാൻഡാണ്, ആ ദേവിമാരുടെ സ്റ്റാൻഡാണ് ഇവിടെ കാണാം. ഈ സ്ഥലത്ത് കാണാം. നേരത്തെ പറഞ്ഞ ഓരോ ദിവസം ഓരോ ദേവിമാരെ. ഈ ഗുരുവില് 3 ദേവിമാരുടെ സ്ഥാനം കാണാം ഏറ്റവും മുകളിലായി. ഈ 9 ദിവസം ആരാധിക്കുന്നതിനോടൊപ്പം ഈ 3 ദേവിമാർക്ക് പ്രാധാന്യം നൽകിയാണ് ആരാധിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം കാളി അല്ലെങ്കിൽ ദുർഗാ ഉപാസന, അതിനുശേഷം അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിക്കും, ലാസ്റ്റ് 3 ദിവസം അറിവിന്റെ ദേവതയായിട്ടുള്ള സരസ്വതി ദേവിക്കും. അതായത് ഒരു സാധകൻ ഉപാസന ചെയ്ത് ഉപാസനയുടെ വിജയം അവൻ കൈവരിക്കുന്നത് ആ വിജയദശമി ആഘോഷിച്ചുകൊണ്ടാണ്.
ഒരു 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസം മാത്രം ആഘോഷിക്കുന്നതല്ല, നിരന്തരം ഇതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഇതിന് പ്രാധാന്യം നൽകുന്നത്, ഈ തത്വത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു ആഘോഷ സമയത്ത്, ഈ നവരാത്രി ആഘോഷ സമയത്ത്. ഇതൊരു ധ്യാന സെന്ററാണ്. ബി ടു ബി എന്നുള്ളത് ധ്യാന സെന്ററാണ്. ധ്യാന സെന്ററില് പൂജകളോ ആരാധനകളോ അതിനല്ല പ്രാധാന്യം നൽകുന്നത്. ആന്തരിക നിരീക്ഷണമാണ് ഇവിടുത്തെ പൂജ. പലപ്പോഴും നമ്മൾ സാധകരോടും പൊതുജിയോടും പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, ധ്യാന സെന്ററിലെ ആരാധനാമൂർത്തികൾക്ക് പ്രാധാന്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ നവരാത്രി ആഘോഷകാലങ്ങളിൽ ഇങ്ങനെ ഒട്ടേറെ ദേവീ ദേവന്മാരുടെയും ബൊമ്മകളുടെയും ഈ ഒരു ഉത്സവം നമ്മൾ ധ്യാന സെന്റർ കൊണ്ടാടുന്നത്? അതിനൊരു പ്രാധാന്യം ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും ഓരോ ആചാരങ്ങൾ നമ്മളിലേക്ക് പകർന്നു തന്നത് ഒരു തത്വം ബോധിപ്പിക്കാനാണ്. ഒരേ ഒരു തത്വമേ ഉള്ളൂ, അതിനെ ബോധിപ്പിക്കാനാണ് എല്ലാ ആചാരങ്ങളും നമ്മളിലേക്ക് വരുന്നത്. ആ തത്വത്തെ സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് മീറ്റ് ധ്യാന സെന്റർ ഇങ്ങനെ ബൊമ്മകൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ബൊമ്മകളില് നോക്കിയാൽ നമുക്കറിയാം, കല്ലുണ്ട്, പുൽശ്ശേരിയുണ്ട്, 6 കാലുള്ളവയുണ്ട്, 4 കാലുള്ളവയുണ്ട്, 2 കാലുള്ളവയുണ്ട്, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മീനുണ്ട്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമയുണ്ട്, പറക്കുന്നവയുണ്ട്, ഇഴയുന്നവയുണ്ട്, പഞ്ചലോഹത്തിലുള്ള ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. പല പല നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് എന്തെല്ലാം ദർശിക്കാൻ സാധിക്കുമോ അതിന്റെ എല്ലാം ഒരു പ്രതീകം, ഒരു മിനി പ്രപഞ്ചം നമുക്ക് ഈ ഗുരുവിൽ കാണാൻ സാധിക്കും. ധ്യാന സെന്റർ ഇങ്ങനെ ഗുരു സെറ്റ് ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 3 ദേവിമാരെ ധ്യാന സെന്ററിലെ 3 ഗുണങ്ങളായിട്ടാണ് കാണുന്നത്. ഈ 3 ഗുണങ്ങൾ എങ്ങനെയാണ്? നമ്മളിൽ തന്നെയുള്ള സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മൾ നമ്മളെ നോക്കിയാൽ അറിയാം, നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ തമോ ഗുണത്തിലാണെന്നല്ലേ പറയും. ഇനി നമുക്ക് കുറച്ച് ദേഷ്യഭാവമാണ് നമ്മൾ കൂടി നിൽക്കുന്നെങ്കിലും നമ്മൾ രജോ ഗുണത്തിലാണെന്ന് പറയും. നമുക്ക് എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലോ നമ്മൾ സാത്വിക ഗുണത്തിലാണെന്ന് പറയും. ഊർജത്തിന് സ്വഭാവങ്ങൾ കാണിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇത്രയും വൈവിധ്യമാർന്ന രൂപങ്ങൾ എങ്ങനെയുണ്ടായി? നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? സയൻസിൽ പഠിച്ചിട്ടുള്ളത്, ഒരു പദാർത്ഥം ഉണ്ടാവണമെങ്കിൽ അതിനുള്ളിൽ എന്തുണ്ട്? ആറ്റംസും മോളിക്യൂൾസും. അത് വിവിധ രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വിവിധ രൂപങ്ങൾ ഉണ്ടാവുക. വെള്ളമായിക്കോട്ടെ, വെള്ളത്തിൽ തന്നെ H2O, 2 ആറ്റംസും മോളിക്യൂൾസും ചേർന്നല്ലേ, ഹൈഡ്രജൻ ആറ്റം ഓക്സിജൻ ചേർന്നാണ് വെള്ളം ഉണ്ടാവും. അപ്പൊ ഒരു കോമ്പിനേഷനിലൂടെയാണ് എന്തും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ഒരു രൂപത്തിന് ജന്മം നൽകുന്നത്. അപ്പൊ ആ രൂപം ഉണ്ടായാലോ നമ്മൾ അതിന് നാമം കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളും നാമരൂപാധികളുമായിട്ടുള്ള പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടും. ആ ഊർജത്തെ ഈ ഒരു സ്വഭാവത്തിന് മാറ്റം വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഊർജത്തിന് കാരണമാണ്. ഊർജത്തിന് വ്യതിയാനം സംഭവിച്ചതുകൊണ്ടാണ്. അപ്പൊ ഊർജം എന്താണ്? ആറ്റത്തിലുള്ളത് നമ്മളുടെ ഊർജം തന്നെയാണ്. അപ്പൊ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കമ്പയർ ചെയ്തപ്പോ രൂപങ്ങളുണ്ടായി. അങ്ങനെ നമ്മൾ നാമരൂപാധികളിൽ നിന്ന് കൂടി നോക്കിയാൽ വ്യത്യസ്തത തോന്നും. അതായത് ഇതില് 75ഓളം രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന വിഗ്രഹങ്ങളും മോണമെന്റ്സും എല്ലാം ഉണ്ട്. 3000-ലേറെ ബൊമ്മകളുണ്ട്. ഇങ്ങനെ നോക്കിയാൽ വ്യത്യസ്തം തോന്നും. എന്നാൽ ഇതിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഊർജത്തെയാണ് നമ്മൾ കാണുന്നെങ്കിലും നമ്മളും പ്രപഞ്ചവും തമ്മിൽ ഒരു വ്യത്യാസവും. നമ്മളിലുള്ളതും പ്രപഞ്ചത്തിലുള്ളതും ഒരേ ഒരു ഊർജം തന്നെയാണ്. ഇവിടെ ഊർജം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഊർജം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഊർജം പ്രവർത്തിക്കുന്നത് ഒരു ബോധത്തിന്റെ, ആ ശുദ്ധ ബോധത്തിന്റെ അണ്ടറിലാണ്. കോൺഷ്യസ്നെസ് എന്ന് സയൻസ് പറയും. പ്രപഞ്ചം നിലനിൽക്കുന്നത് കോൺഷ്യസ്നെസ്സിലാണെന്ന് പറയുന്ന പോലെ ഈ ഋഷിമാർ നമുക്ക് മുന്നിൽ പറഞ്ഞ ആ കോൺഷ്യസ്നെസ് പറഞ്ഞതാണ്
ബോധം അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ നിന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ ഊർജവും ബോധവും മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. ആ തത്വത്തെയാണ് മീറ്റുമീ ധ്യാന സെന്റർ സമൂഹത്തിലേക്ക്, ധ്യാന സാധകരിലേക്ക്, ജനങ്ങളിലേക്ക് ഇങ്ങനെ ഗുരു സെറ്റ് ചെയ്തിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം.
നാരായണീയ നമഃ. ഓം ആബ്രഹ്മലോകാദശേഷാത് ആലോകലോകഃ പർവതാത് യേ സന്തി ബ്രഹ്മജ്ഞാ ദേവാഃ തേഭ്യോ നിത്യം നമാമ്യഹം. മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്റർ, അവിടുത്തെ ആചാര്യൻ അവധൂത് ഗുരുപ്രസാദ് ജി മാർഗബന്ധു പുരസ്കാരം എന്ന രീതിയിൽ ഒരു അംഗീകാരം, ആദരവ്, ഒരാശ്രമ സ്ഥാപകൻ, ആചാര്യൻ, ഗുരു, സന്യാസി, ഇങ്ങനെ വിവിധ മേഖലകളിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് നമ്മുടെ ഇക്കഴിഞ്ഞ നവരാത്രിയോടനുബന്ധിച്ച് അവരുടെ ആശ്രമത്തിൽ, നമ്മെ സംബന്ധിച്ചെല്ലാം ആശ്രമമാണല്ലോ, അപ്പോൾ അവരുടെ മെഡിറ്റേഷൻ സെൻറ്ററിൽ അത്തരമൊരു പുരസ്കാര ചടങ്ങ് ഈ വർഷത്തേത് എനിക്കും നൽകാം എന്ന് ആദരവപൂർവം അറിയിക്കുകയുണ്ടായി. അപ്പം നമ്മുടെ ആശ്രമത്തെ സംബന്ധിച്ച് നവരാത്രി എന്ന് പറയുമ്പോൾ അത് 9 രാത്രികളാണ് സാധാരണ രീതിയിൽ അതിൽ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ഇത് ത്രിപുര ആശ്രമം എന്ന് പറയുമ്പോൾ അത് ശ്രീവിദ്യ സമ്പ്രദായത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒരു ദേവതയുടെ ഉപാസനാ കേന്ദ്രം കൂടി ആയതുകൊണ്ട് അത് 15 ദിവസത്തെ ഒരു നിഷ്ഠ, ഒരു ചിട്ടയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ മറ്റ് പല കാര്യങ്ങളും, അപ്പോൾ അതിലുള്ള സാങ്കേതികമായ പല പ്രയാസങ്ങൾ അറിയിച്ചപ്പോൾ ഏതായാലും ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു സ്വാമിജിക്ക് ഈ വർഷം തന്നെ അത് സമർപ്പിക്കണമെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് സ്വാമിജിക്ക് ഞങ്ങൾ എന്തായാലും അത് ഇങ്ങോട്ട് ഈ സന്ദർഭത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്വാമിജിയുടെ ആശ്രമത്തിലെത്തി ഞങ്ങൾ അത് സ്വാമിജിക്ക് സമർപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ആശ്രമങ്ങളെക്കുറിച്ചും സമ്പ്രദായങ്ങളെക്കുറിച്ചും ഒക്കെ പല രീതിയിലുള്ള ധാരണകൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഒരു ആശ്രമത്തിൻ്റെ തന്നെ ആചാര്യൻ നമുക്കുള്ളൊരു ആദരവ് ഇങ്ങോട്ട് വന്ന് സമർപ്പിക്കും എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ആശ്രമത്തിലെ അന്തേവാസികൾ എല്ലാവർക്കും അത് വളരെ ഒരു സന്തോഷപ്രദം, ആനന്ദപ്രദമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അവിടുന്ന് ആശ്രമത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യജനങ്ങളോടുകൂടി അദ്ദേഹം നമ്മുടെ ആശ്രമത്തിലെത്തി ആ ഒരു അംഗീകാരം, ആദരവ് പത്രം നമുക്ക് സമർപ്പിക്കേണ്ടായി. അത് ഏറ്റവും അഭിനന്ദനാർഹമായിരിക്കുന്ന ഒരു കൃത്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെയുള്ള ആ മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ ചടങ്ങുകളും ക്രിയകളും കാര്യങ്ങളുമെല്ലാം ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്കും ഉന്നതിയിലേക്കും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ ഗുരുപരമ്പരകളും ത്രിപുരാശക്തി, ആ സാക്ഷാൽ ശ്രീ ലളിതാ മഹാത്രിപുര സുന്ദരിയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഈ പുരസ്കാര സമർപ്പണ വേളയിൽ അറിയിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. ഓം ശ്രീ നാരായണീയ നമഃ. ഓം കാമതോ അകാമതോ വാപി യത് കരോമി ശുഭാശുഭം തത്സർവം ത്വയി സന്യസ്തം ത്വത്പ്രയുക്താ കരോമ്യഹം. ഓം ബ്രഹ്മണേ നമസ്തുഭ്യം മമാത്മനി നമോ നമഃ. ശ്രീം ത്രിപുരാംബികായേ തേ സമർപ്പയാമി മാം ശിവേ.